എല്ലാം ഞാൻ അറിഞ്ഞു വേണു. രാധ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഏതായാലും എനിക്ക് വേണുവിനോടൊരു അപേക്ഷയുണ്ട്. അപേക്ഷയോ? ആജ്ഞാപിക്കൂ. അമ്മാവൻ ആജ്ഞാപിക്കുന്ന അനുസരിക്കുന്നതാണ് ഈ വേണുവിനിഷ്ടം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. രാധ എന്ത് തെറ്റ് ചെയ്താലും വേണു അത് ക്ഷമിക്കണം. ഈ വീടും ഞങ്ങളും വേറെയാണെന്ന് വേണു ഒരിക്കലും ധരിക്കരുത്. കൃഷ്ണമണി സൂക്ഷിക്കുന്ന കൺപോള പോലെ ഈ വീട്ടിനെ വേണു സംരക്ഷിക്കണം. അതെന്റെ കടമയാണ് അമ്മാവ. അത് ഞാൻ തെറ്റിക്കില്ല. എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യൂ. ഇതാ സത്യം. മതി മതി, എന്റെ ഹൃദയഭാരം ഒഴിഞ്ഞു. എവിടെയാണ് ചേട്ടാ കണ്ടത്? ഒന്ന് പറയും, എനിക്ക് കാണാൻ കൊതിയാകുന്നു. നിനക്ക് കാണാൻ സമയമായില്ല മധുലെ. അവൻ എന്റെ ഓഫീസിൽ തന്നെ ഉണ്ട്. അത്ര പെട്ടെന്ന് അവനെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം നല്ലവനാണ്. ഞാൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ഓടി വരും. എന്നെ ജീവനായിരുന്നു. നീ ഒരു ശുദ്ധഗതിക്കാരിയാണ്. കരയാൻ മാത്രമേ അറിയാവൂ. തൽക്കാലം ഞാൻ പറയുന്ന പോലെ ഒരു എഴുത്തെഴുതി തരൂ. ഈ എഴുത്ത് ആര് കൊണ്ടുപോയി കൊടുക്കും ചേട്ടാ? അത് നീ അറിയണ്ട, എഴുതും. പഞ്ചമി നാളിൽ